ഹലോ ഫ്രണ്ട്സ്, രാവിലെ തെറ്റിയ ഒരു വയ്യാത്തൊരു ദിവസമായിരുന്നു. രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. മോൾക്ക് തീരെ സുഖമില്ല. കൂട്ടത്തിൽ എനിക്കും ചുമയും പനിയും. ഞാൻ ആശുപത്രിയിൽ പോകുന്നത്. അപ്പോൾ ചേട്ടൻ എന്തായാലും ലീവില്ല. എൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനെയും കൂട്ടി പോകാമെന്നാണ് പ്ലാൻ. എന്താ പറയാ, നമ്മുടെയൊക്കെ ഒരു അവസ്ഥയെ. ഇത് പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ. തൂക്കമൊക്കെ നടക്കുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള അമ്പലം. ഇതാ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി. നിറയെ പച്ചപ്പും പുല്ലും ഒക്കെ പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. ഇതുവഴി നേരെ താഴേക്ക് പോകണം. ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ വീട്. ചേട്ടാ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് നേരെ പോവുക കേട്ടോ. അപ്പോൾ ബൈ ചേട്ടാ. ചേട്ടാ പോട്ടെ. ഇച്ചു വീടെത്താറായി. ഇച്ചു വേഗത്തിൽ പോകുന്നത് ഇന്നലെ വാങ്ങിച്ച തോക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ റെഡിയായി ഇരിക്കുന്നു. ഇന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരുക്കത്തില്ല. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മയും അച്ഛനും അടുക്കളയിൽ തന്നെ ഇരിപ്പുണ്ട്. നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാറില്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ താഴ്ഭാഗം വയലാണ് കേട്ടോ. രണ്ട് സൈഡും ചെറിയ തോടൊക്കെ ഉണ്ട്. ഇത് വീട്ടിനടുത്തുള്ളൊരു തട്ടുകട കേട്ടോ. അപ്പം നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയപാടെ തന്നെ ആശുപത്രിയിൽ കണ്ടപ്പോൾ തന്നെ ബോധം പോയി. കാരണം ഒത്തിരി വണ്ടികളായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് എല്ലാവർക്കും പനിയും ചുമയും ജലദോഷവും ഒക്കെ തന്നെ. നല്ല തിരക്കൊന്നും. ഞാൻ OP ഒക്കെ എടുത്തു. കുഞ്ഞിനെ കാണിച്ചു. നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മയും മോനും കൂടിയിട്ട് ഉച്ചത്തുള്ള കറിയൊക്കെ ഉണ്ടാക്കേണ്ട തത്രപ്പാട്ടില്ല. പീച്ച് വ്ളോഗ് എടുത്ത് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വീഡിയോയും പിടിച്ചു. ഇടയ്ക്ക് അച്ഛൻ വന്നു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ആവി പിടിക്കാമെന്ന് കരുതി. മാതങ്ങി എൻ്റെ കയ്യിലാണ് കേട്ടോ. വാശി പിടിക്കുന്ന കാരണം ആരുടെ കയ്യിലും പോകില്ല. അപ്പോൾ അവളെയും കൂട്ടി ഒന്ന് ആവി പിടിക്കാൻ പോയി. മരുന്ന് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. മെഷീനും വീട്ടിലുള്ളത് കാരണം എളുപ്പമായി. അപ്പോൾ ഇതൊക്കെ ചെയ്യണ കണ്ടപ്പോഴേക്ക് അവളുടെ വിചാരം അവൾക്കാണ്. അങ്ങനെയൊക്കെ ഇരുന്ന് നോക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല. കുറച്ച് ആവി പിടിച്ച് കളയാം. ഞാൻ ആവി പിടിക്കാനായിട്ട് മാസ്ക് വെച്ചു. ഉണക്കിയപ്പോഴത്തേക്ക് അവളുടെ മുഖഭാവമില്ല. അമ്മയ്ക്ക് തന്നെയാണല്ലേ ചുണ്ട് കൊളുത്തുന്നതൊക്കെ കണ്ടോ. കുറച്ച് ആവി അവൾക്കും കിട്ടട്ടെ. പിന്നെ അവൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മരുന്നിൻ്റെ ബോട്ടിൽ കയ്യിൽ കൊടുത്തു. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വഴിക്ക് ബൈ. എല്ലാവരും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.